നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അയോധ്യ സംഭാവന കൊള്ള തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. ഇന്നലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളും സ്തംഭിച്ചിരുന്നു. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്നലെയാണ് വർഷകാല സമ്മേളനത്തിന് തുടക്കമാകുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പാർലമെന്റ് പ്രക്ഷുബ്ധമായാണ് തുടങ്ങിയത്. വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഇരുസഭകളിലും ഉയർത്തിയത്. പ്രത്യേകിച്ച് അയോധ്യ സംഭാവന കൊള്ള, നീറ്റ് പരീക്ഷ ക്രമക്കേട്, അതുപോലെ തന്നെ CJPയുടെ പ്രതിഷേധം എന്നീ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഇന്നലെ ലോക്സഭയിലൊക്കെ സഭാ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് മുദ്രാവാക്യം വിളികളുമായി ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ലോക്സഭ ഏതാണ്ട് 5 തവണ നിർത്തിവെച്ചു, രാജ്യസഭ 6 തവണ നിർത്തിവെച്ചു. അങ്ങനെ പ്രതിപക്ഷം പ്രതിഷേധം തുറന്നതോടുകൂടി ഇന്നലെ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തി സ്പീക്കർ പിരിയുകയാണ് ചെയ്തത്. ഇന്നത്തേക്ക് പിരിയുകയാണ് ചെയ്തത്. ഏതായാലും ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് പാർലമെന്റിൽ ഉണ്ടാകാനുള്ള സാധ്യത. ഈ വിഷയങ്ങളിൽ ചർച്ച വേണം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത്. ഒന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന കാര്യം. അതുപോലെ തന്നെ ഈ അയോധ്യ സംഭാവന കൊള്ള സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ 2 ആവശ്യങ്ങളും ഇന്നലെ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിച്ചെങ്കിലും ഇരുസഭകളിലും അത് ചർച്ച ചെയ്യാൻ അധ്യക്ഷന്മാർ തയ്യാറായില്ല. തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഡൽഹി ജന്തർ മന്ദറിൽ CJP നടത്തുന്ന പ്രതിഷേധവും ഇന്നലെ സഭയിൽ ഉന്നയിച്ചു. ഇന്നലെ പാർലമെന്റ് മാർച്ചിന് നേരെ ഉണ്ടായ പോലീസ് നടപടി രാജ്യസഭയിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചെങ്കിലും അത് മുഴുവിപ്പിക്കാൻ സഭാധ്യക്ഷൻ സമ്മതിച്ചില്ല. പിന്നീട് അതിനെ തുടർന്ന് വലിയ ബഹളമുണ്ടാവുകയും സഭ പിരിയുകയും ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും ഇന്നും ഈ CJP പ്രതിഷേധത്തിനെതിരായ നടപടിയൊക്കെ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കം പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കാരണം രാജ്യത്തെ യുവാക്കളെ ശത്രുക്കളെ പോലെയാണ് പ്രധാനമന്ത്രി കാണുന്നത്. ചരിത്രത്തിൽ ഇതുപോലെ ഒരു പ്രധാനമന്ത്രി യുവാക്കളെ ശത്രുക്കളായി കണ്ടിട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ CJP സമരത്തിന് നേരെയുള്ള ആക്രമണത്തിനെതിരെ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്നും ആ നിലപാട് പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും സഭാതലം പ്രക്ഷുബ്ധമാകും, സഭാ നടപടികൾ തടസ്സപ്പെടുകയും ചെയ്യും. നമുക്കറിയാവുന്ന പോലെ ചില ബില്ലുകൾ ഈ സഭാ സമ്മേളനത്തിന്റെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ ഈ വന്ദേ മാതരം അപമാനിക്കുന്നത്, ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഇന്നലെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല. പ്രതിഷേധത്തെ തുടർന്ന് അത് അവതരിപ്പിക്കാൻ കഴിയാതെ പോവുകയാണ് ചെയ്തത്. ഏതായാലും ഇന്ന് ആ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ FCRA നിയമ ഭേദഗതി ബില്ലടക്കം സഭയുടെ പരിഗണനയിലേക്ക് വരാനിരിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം വലിയ പ്രതിഷേധം തുടരുകയാണ്. 1 ഇഞ്ച് പുറകോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, നീറ്റ് പരീക്ഷാ ക്രമക്കേട് അടക്കമുള്ള ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ അയോധ്യയിലെ സംഭാവന കൊള്ള വിശദമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യവും ഉയർത്തുന്നു. ഏതായാലും ഈ 2 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിക്കാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമായി തന്നെ പാർലമെന്റിൽ ഇരുസഭകളിലും തുടരും. ശരി, വ്യക്തമാണ്. എന്തായാലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്തായാലും ഇന്നലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.